ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചെമ്മീൻ വെച്ചുള്ള ഒരു അടിപൊളി അച്ചാർ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇത് വളരെ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെമ്മീൻ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് മീഡിയം ടൈപ്പിലുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഷെല്ലൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ടോപ്പ് സൈഡിലുള്ള ആ ഒരു വെയിൻ ഉണ്ട് കറുത്ത കളറിലെ, അതും നീക്കം ചെയ്യണം. അത് മറന്നു പോകരുത്. ക്ലീൻ ആക്കിയ ചെമ്മീൻ ഒരു അരിപ്പപാത്രത്തിൽ വെച്ച് വെള്ളമെല്ലാം വാർന്നു പോയതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെമ്മീനകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിനിമം അരമണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. എത്ര സമയം കൂടിയാലും കുഴപ്പമില്ല. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര നാളിരുന്നാലും ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടേസ്റ്റിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയായിരിക്കും നല്ലത്. അതിനായിരിക്കും എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. പക്ഷെ 1 മാസമൊക്കെ അത് കേടാകാതെ ഇരുന്നോളും. വെള്ളം ചേർക്കാതെയൊക്കെ ചെയ്താൽ മതി. അതേസമയം കൂടുതൽ കാലം നിങ്ങൾക്ക് വെച്ചെടുക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലും നല്ലെണ്ണയും ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് ഒരുപാട് ക്രിസ്പി ആയിട്ട് മൂക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെമ്മീൻ ഫുൾ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് അങ്ങനെ ഇരുന്ന് സ്ലോ കുക്കിംഗ് ചെയ്യണം. അപ്പോൾ ഉള്ളൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടും. എന്നാൽ ഒരുപാട് ക്രിസ്പി ആകത്തുമില്ല. ആ ഒരു രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്യാൻ മതി. നല്ലോണം വെന്തിട്ടുണ്ട്, പക്ഷെ ക്രിസ്പി ആയിട്ടില്ല. ഇതുപോലെ നമുക്ക് എല്ലാ ചെമ്മീനും വറുത്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ചെമ്മീനും ഞാൻ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ട് ആ സെയിം പാനിൽ കുറച്ച് എണ്ണയുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 100 ml നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 200 ഗ്രാം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് 2ആയിട്ട് പിളർന്നത്, പച്ചമുളക് 50 ഗ്രാം, കറിവേപ്പില 1 പിടി, ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴന്നു വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർക്കാം. ഞാൻ ഒരുപാട് കായപ്പൊടി മീനിനും ചെമ്മീനിനും ചേർക്കാറില്ല. മുളക് പൊടി 4.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് പകുതി കാശ്മീരി ചില്ലിയും പകുതി നോർമൽ ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പൊടികൾ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നല്ല ചൂടുള്ള എണ്ണയാണ്, അപ്പോൾ ആ ഒരു ചൂട് മതി ഈ പൊടികൾ മൂക്കാനായിട്ട്.
ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 200 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. അതിനുശേഷം ചാറ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ ഈ സമയത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും ചെമ്മീൻ അച്ചാറും മീനച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ തിക്ക് ഗ്രേവി ഉള്ളതാണ് ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കാറില്ല. തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഉപ്പ് പുളിയൊക്കെ നോക്കുക. ഉപ്പ് പോരെങ്കിൽ ഇടുക, വിനാഗിരി പോരെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തിളച്ചു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് 1 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി അല്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കടുക് വറുക്കുന്ന സമയത്ത് 5-6 ഉലുവ ഇട്ടാലും മതി. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണ്. ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. ചില്ല് കുപ്പിയിലിട്ട് വയ്ക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അത് ഏതൊരു അച്ചാറായാലും അങ്ങനെ തന്നെയാണ്. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കുറുകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഉപയോഗിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.